സ്ക്രോൾ ചെയ്യാൻ വരട്ടെ. ഈ റമളാൻ മാസത്തിൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സുബഹിൻ്റെ നേരത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ഒരുപാട് ചൂടുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടാവലുണ്ട്. ഈ പാതിരാത്രി സമയം ആരാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചത്? അർദ്ധരാത്രി സമയമായിട്ട് പോലും സ്വന്തം ക്ഷീണമോ ആരോഗ്യമോ വകവയ്ക്കാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ആ ഭക്ഷണം തയ്യാറാക്കിയത് ആരാണ്? ഒന്നെങ്കിൽ നിങ്ങളുടെ ഉമ്മയായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ പാവങ്ങളായ സഹോദരിമാർ ഉച്ച കഴിഞ്ഞാൽ നോമ്പിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയുടെ അരമനകളിൽ എരിയുന്ന വിറകുകൊള്ളികളുടെ മുന്നിലും ചൂടേറുന്ന ഗ്യാസടുപ്പിൻ്റെ മുന്നിലും നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുകയാണ്. മഗ്രിബ് ബാങ്ക് വിളിച്ചാലോ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ മേശ നിറയെ ഭക്ഷണം ഉണ്ടാകും. ഇത്രയധികം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവരോട് റമളാൻ മാസമായാൽ പോലും അവരെ ചീത്ത വിളിക്കുകയും അവരുടെ മനസ്സ് വേദനിക്കുന്ന വർത്താനങ്ങൾ പറയുകയും ചെയ്യാതെ അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക, സ്വാന്തന വാക്കുകൾ